പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മളൊക്കെ എല്ലാവരും അഭിവൃദ്ധി ആഗ്രഹിക്കുന്നു, വിജയം ആഗ്രഹിക്കുന്നു, എല്ലാ തരത്തിലും മുന്നേറ്റം ആഗ്രഹിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, പരാജയം ആരും ആഗ്രഹിക്കില്ല, വിജയം മാത്രമല്ല ആഗ്രഹിക്കുള്ളൂ. എങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുക, വിജയം പ്രാപിക്കാൻ സാധിക്കുക, അതിന് ഒരു വലിയൊരു ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വഴിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ആ വചനഭാഗം ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ആ വചനം അച്ഛൻ ഒന്നോടെയും പറയാം. ജോഷുവ 1:8. ആ വചനം ഇപ്രകാരമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ന്യായപ്രമാണ ഗ്രന്ഥം, പുസ്തകം, ബൈബിള് നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. വീണ്ടും വചനം പറയുന്നു, അതിൽ എഴുതിയിരിക്കുന്ന എല്ലാം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ വചനം പാലിക്കുവാനും അനുസരിക്കാനും നാം ശ്രദ്ധിക്കണം. ഇനി അതിനെക്കുറിച്ച് രാവും പകലും നാം ധ്യാനിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും, വിജയം വരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ വായിക്കാം. ആ വചനഭാഗത്തിൽ തന്നെ എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് വിജയം പ്രാപിക്കാൻ സാധിക്കും എന്ന വചനം ഒന്നുകൂടെ വായിക്കാം. അതായത് ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം. ഒന്നുകൂടെ വായിച്ചും ശ്രദ്ധിച്ചോളൂ. എൻ്റെ അധരത്തിലാണ്. പിന്നെ പറയാണ്, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോഴാ പറ്റുള്ളൂ. വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. ഇനി മൂന്നാമതെന്താ പറയുന്നത്? അതിനെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ 3 കാര്യം ചെയ്തുകൊണ്ട് വിജയം വരിക്കുവാൻ, അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അത് വിശ്വസ്തയോടെ പിന്തുടരുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ പദ്ധതികളും പ്രവൃത്തികളും കർത്താവിന് സമർപ്പിക്കുക എന്നതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുക, അതായത് നമ്മുടെ പദ്ധതികളും പ്രവൃത്തികളെല്ലാം തമ്പുരാന് സമർപ്പിക്കുക, വചനം അനുസരിക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വിജയം കർത്താവ് തരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, സ്വാർത്ഥ മോഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ജ്ഞാനം ആഗ്രഹിക്കണം. യഥാർത്ഥമായ വിജയത്തിലേക്ക് നയിക്കും. അതാണ് സോളമൻ്റെ കഥ വ്യക്തമാക്കുന്നതാണ് 2 ദിനവൃത്താന്തം. സോളമനോട് കർത്താവ് ചോദിച്ചു, എനിക്ക് എന്ത് വേണം? സ്വാഭാവികമായി മറ്റു രാജാക്കന്മാരെ ഒന്നും ചോദിച്ചില്ല, ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജ്ഞാനം നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ജ്ഞാനത്തിൻ്റെ ഒരു ഉറവയാണ്. അത് വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ പ്രവൃത്തികളെല്ലാം അതിനെ അടിസ്ഥാനമാക്കി ആകണം. ഒപ്പം തന്നെ ദൈവം ഒരു അനുഗ്രഹമായി നമുക്ക് നൽകുകയും ചെയ്യും. എങ്കിൽ പ്രിയമുള്ളവർ, പ്രഭാതത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ സോളമനെ പോലെ, മറ്റ് രാജാക്കന്മാരെ പോലെ അനേകർ ദൈവം സമൃദ്ധി കൊടുത്തു. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ്. എങ്കിൽ നമുക്കും ഈ ദിവസം പ്രത്യേകം അഭിവൃദ്ധി പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കണം. അതിന് നമുക്ക് ഈ കാര്യം ചെയ്യുകയും ചെയ്യാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തെ ദിവസമായി മാറുവാൻ നമുക്ക് ഈശോയോട് പറയാം. നിൻ്റെ വചനം വായിക്കും, ധ്യാനിക്കും, പ്രാർത്ഥിക്കും, വചനത്തെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പ്രവർത്തിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.